ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സെനുദ്ദീൻ. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച വരെ അടച്ചിടാൻ തീരുമാനം. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം. പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കാനും യോഗത്തിൽ നിർദ്ദേശിച്ചു. തൊഴിലാളികളുടെ ജോലി സമയവും ഇതനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസ്, NCC പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം. ആസ്ബറ്റോസ്, ടിൻ ഷീറ്റുകൾ മേൽക്കൂരയുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം. കലാകായിക മത്സരങ്ങൾ പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നടത്തരുതെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ നാളെയും ഉഷ്ണതരംഗ സാധ്യത ഉള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലകളിൽ തുടർച്ചയായി അതിതീവ്ര ചൂട് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ഈ മാസം 7 മുതൽ 11 വരെ നടത്താനിരുന്ന വിജ്ഞാന വേനൽ കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ് മാറ്റിവെച്ചു. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം അവധിക്കാല ക്ലാസുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ തുടർന്നാണ് ക്യാമ്പ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം 6, 7, 8 തീയതികളിൽ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടത്താനിരുന്ന കുട്ടികളുടെ ചലച്ചിത്രാസ്വാദന ക്യാമ്പ് മാറ്റിവെച്ചു. ഉഷ്ണതരംഗ സാധ്യത മൂലം സംസ്ഥാനത്ത് അവധിക്കാല ക്ലാസുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ തുടർന്നാണ് ക്യാമ്പ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പാലക്കാട് ഉയർന്ന താപനില തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ തിങ്കളാഴ്ച വരെ ഇളവുകളോടെ തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂട്ടോറിയലുകൾ എന്നിവയുടെ പ്രവർത്തനവും അധിക ക്ലാസുകൾ, വേനൽക്കാല ക്ലാസുകൾ എന്നിവ 6-ാം തീയതി വരെ ഓൺലൈനായി മാത്രമേ നടത്താൻ പാടുള്ളൂ. ആവശ്യമെങ്കിൽ മലമ്പുഴ ഡാം തുറക്കുമെന്നും പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന ചൂട് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സൂര്യാതപമേറ്റുള്ള ഒരു മരണവും ജില്ലയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പെയിന്റിംഗ് തൊഴിലാളിയായ ചക്കംകടവ് സ്വദേശി ബിജേഷ് ആണ് മരിച്ചത്. ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിരിക്കുകയാണ്. വയറുവേദനയുമായി എത്തിയ യുവതിയുടെ വയറ്റിൽ നിന്നും 10 കിലോഗ്രാമിലേറെ ഭാരമുള്ള മുഴ നീക്കം ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ 43 വയസ്സുകാരിയിൽ നിന്നാണ് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സങ്കീർണ ശസ്ത്രക്രിയയിലൂടെ ഗർഭാശയ മുഴ നീക്കം ചെയ്തത്. 36 സെന്റിമീറ്റർ നീളവും 33 സെന്റിമീറ്റർ വീതിയുമുള്ള ഗർഭാശയ മുഴ 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് നീക്കം ചെയ്തത്. വിഴിഞ്ഞം തുറമുഖം ഓണത്തിന് കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി VN വാസവൻ. ട്രയൽ റൺ ജൂണിൽ നടത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുറമുഖ നിർമ്മാണത്തിൽ വലിയ പുരോഗതിയുണ്ട്. പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായതായും ക്രെയിനുകൾ പ്രവർത്തന സജ്ജമായതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. ജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണം പ്രാവർത്തികമാക്കി എല്ലാവർക്കും വൈദ്യുതി എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് പരിശോധിക്കാൻ യോഗം ബോർഡിനോട് നിർദ്ദേശിച്ചു. ലോഡ് ഷെഡിംഗിന് പകരമുള്ള ക്രമീകരണം സംബന്ധിച്ച് KSEB പ്രത്യേക യോഗം ചേർന്ന് തീരുമാനമെടുത്ത ശേഷം സർക്കാരിനെ അറിയിക്കും. KSRTC ബസ് റോഡിൽ തടഞ്ഞെന്ന ഡ്രൈവറുടെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയവർക്കെതിരെയും പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത തിരുവനന്തപുരം കന്റോൺമെന്റ് SHOക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന പരാതിയിലാണ് നടപടി. KSRTC പത്തനാപുരം യൂണിറ്റിൽ ഏപ്രിൽ 29, 30 തീയതികളിൽ അനധികൃതമായി ഡ്യൂട്ടിക്ക് ഹാജരാകാതിരുന്ന 10 സ്ഥിരം ഡ്രൈവർമാരെ സ്ഥലം മാറ്റുകയും 4 താൽക്കാലിക ഡ്രൈവർമാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തെന്ന് KSRTC. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സർക്കാർ കൂട്ടമായി അവധിയെടുത്തത് കാരണം പത്തനാപുരം യൂണിറ്റിലെ നിരവധി സർവീസുകൾ റദ്ദ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ഇതിലൂടെ വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടായതിനെ തുടർന്നാണ് ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഹൈദരാബാദ് 14 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 124 റണ്ണെടുത്തു. ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഹൈദരാബാദിലാണ് മത്സരം.
മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന ബി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ ആനന്ദ്, സുരേന്ദ്രനഗർ, ജുനഗഡ് എന്നിവിടങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.